നമസ്കാരം. കരിമണൽ കമ്പനിയായ CMRലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം കേരള രാഷ്ട്രീയത്തിലും നിയമവൃത്തങ്ങളിലുമൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം വീണയ്ക്ക് സമൻസ് അയച്ചിരുന്നുവെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ തനിക്ക് വെള്ളിയാഴ്ച ഹാജരാകാൻ കഴിയില്ലെന്ന് അവർ ഇമെയിൽ വഴി അന്വേഷണ സംഘത്തെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയായിരുന്നു. കടുത്ത പകർച്ചപ്പനി ബാധിച്ചതിനാലാണ് യാത്ര ചെയ്യാനും ചോദ്യം ചെയ്യലിന് വിധേയമാകാനും സാധിക്കാത്തതെന്നാണ് ഇമെയിലിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സാങ്കേതിക തടസ്സം താൽക്കാലികം മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ തന്നെ പുതിയ തീയതി നിശ്ചയിച്ചുകൊണ്ട് വീണയ്ക്ക് ശക്തമായ ഒരു സമൻസ് കൂടി വീണ്ടും അയക്കുമെന്നും ED വൃത്തങ്ങൾ ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി മുന്നോട്ട് പോകാനും കേസിൽ കൃത്യമായ വ്യക്തത വരുത്താനും കേന്ദ്ര അന്വേഷണ ഏജൻസി ഉറച്ചു തന്നെയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രമുഖ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയത്തിൽ നടത്തിയ വിശദമായിട്ടുള്ള അന്വേഷണ കണ്ടെത്തലുകളാണ്. കമ്പനി നിയമങ്ങളുടെ ലംഘനങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും അന്വേഷിക്കുന്നതിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഏജൻസിയായ SFIO മാസങ്ങളോളം നടത്തിയ പരിശോധനകൾക്കൊടുവിൽ കണ്ടെത്തിയ നിർണായക വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളുമൊക്കെ തന്നെ ഉൾപ്പെടുന്ന 134 രേഖകൾ കോടതിയുടെ പ്രത്യേക അനുമതിയോടെ EDക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ വീണ വിജയന്റെയും അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന്റെയും സുപ്രധാന ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും സാമ്പത്തിക വിനിമയങ്ങളുടെയും ഒക്കെ തന്നെ രേഖകളും ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ മുൻകാലങ്ങളിലെ ചരിത്രം നോക്കിയാൽ തന്നെ നടന്നിട്ടുള്ള സത്യം കമ്പ്യൂട്ടേഴ്സ് അഴിമതി പോലുള്ള വലിയ കോർപ്പറേറ്റ് സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരികയും കുറ്റക്കാർക്ക് കടുത്ത തടവ് ശിക്ഷകൾ വാങ്ങി നൽകുകയും ചെയ്ത ചരിത്രമുള്ള ഏജൻസിയാണ് SFIO എന്നതുകൊണ്ട് തന്നെ അവർ സമർപ്പിച്ച രേഖകൾ EDയെ സംബന്ധിച്ച് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ചോദ്യം ഒരു സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും യാതൊരുവിധ സേവനങ്ങളും നൽകാതെ എന്തിനാണ് കോടിക്കണക്കിന് രൂപ കൺസൾട്ടൻസി ഫീസായിട്ട് കൈപ്പറ്റിയത് എന്നതാണ്. കമ്പനി നിയമപ്രകാരവും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും മതിയായിട്ടുള്ള രേഖകളോ സേവനങ്ങളോ ഇല്ലാതെ വൻതുക കൈമാറുന്നത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയൊക്കെ തന്നെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഇത്തരത്തിൽ സുതാര്യമല്ലാത്ത രീതിയിൽ പണം കൈമാറിയത് വഴി കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ നടന്നതെന്ന് ED വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ലഭിച്ച പണത്തിന് പകരമായി എന്ത് സേവനമാണ് നൽകിയതെന്ന് കൃത്യമായ തെളിവുകളോടെ സ്ഥാപിക്കാൻ വീണ വിജയന് സാധിച്ചില്ലെങ്കിൽ അത് വലിയ നിയമക്കുരുക്കുകൾക്ക് കാരണമാകുമെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. വ്യക്തമായ ഉത്തരങ്ങൾ നൽകാത്ത പക്ഷം അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന നിഗമനത്തിലേക്ക് ഏജൻസിക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഈ സാഹചര്യത്തിൽ കടുത്ത നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. PMLA നിയമപ്രകാരം EDക്ക് വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുമുള്ള വിപുലമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. ഒരു തവണ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ മണിക്കൂറുകളോളം നീളുന്ന വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടി വരുമെന്നും തെളിവുകൾ തൃപ്തികരമല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയേക്കുമെന്നും നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും വാരാന്ത്യ ദിവസങ്ങൾക്ക് തൊട്ടു മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരായി അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കോടതികൾ അവധിയായതിനാൽ ഉടനടി ജാമ്യം ലഭിക്കാനുള്ള സാങ്കേതിക സാധ്യതകളൊക്കെ തന്നെ കുറയുകയും നടപടികൾ സങ്കീർണമാവുകയും ചെയ്യും. ഈ പശ്ചാത്തലത്തിലാണ് നിയമപരമായിട്ടുള്ള പ്രതിരോധം തീർക്കാനും കൂടുതൽ സമയം നേടിയെടുക്കാനുമായിട്ട് ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി തൽക്കാലം മാറി നിൽക്കാനായിട്ട് അവർ തീരുമാനിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ കരുതുന്നത്. കേസ് അന്വേഷണം വീണ വിജയനിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുൻ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പദവി ഉപയോഗിച്ചാണ് ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്ന ആരോപണം അന്ന് പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ച് നിയമസഭ ചേരാനിരിക്കുന്ന ഈ നിർണായക സമയത്ത് തീർച്ചയായിട്ടും മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടുത്ത നടപടികളിലേക്ക് കടന്നാൽ അത് ധാർമ്മികമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും. ഭരണപക്ഷം മുൻ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ബജറ്റ് സമ്മേളനം കഴിയുന്നതുവരെയെങ്കിലും ഈ കേസിൻ്റെ തുടർ നടപടികളൊക്കെ തന്നെ നീട്ടിക്കൊണ്ടു പോകാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും ഇതിന് പിന്നിലുണ്ടെന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തുതന്നെ ആയാലും താൽക്കാലികമായി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാലും ഈ കേസിൻ്റെ ഗൗരവമോ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പക്കലുള്ള തെളിവുകളുടെ ശക്തിയോ കുറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബാങ്ക് രേഖകളും അതോടൊപ്പം തന്നെ കമ്പനികൾ തമ്മിലുള്ള ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങളുമൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ ഇപ്പോൾ ഭദ്രമായിട്ട് ഉള്ളതിനാൽ തന്നെ അടുത്ത ഘട്ട ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് വലിയ നിയമ പോരാട്ടം തന്നെ നടത്തേണ്ടതായിട്ട് വരും. ഈ അന്വേഷണം അത് മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ മറ്റ് ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കോ വ്യാപിപ്പിക്കാനുള്ള സാധ്യതകളും ഇവിടെ തള്ളിക്കളയാനാവില്ല.
പനി മാറിയ ശേഷമുള്ള അടുത്ത ദിവസങ്ങളിൽ ED പുറപ്പെടുവിക്കുന്ന സമൻസും അതിനോടെ വീണ വിജയൻ സ്വീകരിക്കുന്ന നിയമപരമായിട്ടുള്ള നിലപാടുകളുമൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിൻ്റെ വരും ദിവസങ്ങളിലെ ഗതി തന്നെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.